കാട്ടുപന്നികളെ തുരത്താനായി പല മാർഗങ്ങളും കർഷകർ സ്വീകരിക്കാറുണ്ടെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് കാണാം, ഇതിനു ചുറ്റും അവർ തുണി കൊണ്ട് വേലി കെട്ടിയിരിക്കുന്നു. എങ്കിൽ ആ വേലിയും കടന്നാണ് പന്നി ഇത്തരത്തിൽ കൃഷിസ്ഥലത്തേക്ക് എത്തുന്നത്. ഇനി എന്തു ചെയ്യണമെന്നൊരു നിസ്സഹായ അവസ്ഥയിലാണ് കർഷകർ. തളിപ്രമ്പ് ചാലത്തൂരിലെ കർഷകർക്കിത് കണ്ണീർ കാലമാണ്. കൊയ്ത്തിന് പാകമായി വരുന്ന പുഞ്ചകൃഷിയാണ് ഒറ്റ രാത്രി കൊണ്ട് പന്നിക്കൂട്ടം ഇല്ലാതാക്കിയത്. 5 കർഷകർ ചേർന്ന് പാട്ടത്തിനെടുത്ത 2 ഹെക്ടറോളം ഭൂമിയിലെ നെൽച്ചെടികൾ പന്നികൾ കൂട്ടമായെത്തി കുത്തിമറിച്ചു. കഴിഞ്ഞ വർഷവും പന്നിശല്യം ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ നാശനഷ്ടങ്ങൾ കൂടുതലാണ്. ചാലത്തൂർ കർഷകർ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പിന്നിലായി കാണുന്ന 2 ഹെക്ടറോളം വരുന്ന നെൽവയൽ മുഴുവൻ പന്നി കുത്തി നശിപ്പിച്ചിട്ട ഒരു രീതിയിലാണ് ഉള്ളത്. ഇപ്പോൾ കർഷകർ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. ഇതാദ്യമായല്ല ഇവിടെ ഇങ്ങനെ പന്നി ഇറങ്ങുന്നത്. സ്ഥിരമായി ഇത്തരത്തിൽ പന്നി ഇറങ്ങുന്നുണ്ട് എന്നാണ് കർഷകർ പറയുന്നത്. പക്ഷേ ഇത് ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷമല്ലോ ഇതേ അവസ്ഥ തന്നെ ഉണ്ടായിന്. നമ്മളപ്പോൾ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒന്നും തന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കുറച്ചായിട്ടായിരുന്നു ഉണ്ടായിനി. ഇപ്പം ഈ 2 വയലും ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞ പോലെ ആക്കിയിട്ടുള്ളത്. നമ്മളാണെങ്കിൽ ഈ സാരിയും മുണ്ടും തേച്ചും കളക്ട് ചെയ്ത് വേലി കെട്ടിയിട്ടുമുണ്ട്. എന്നിട്ട് ഇത് എങ്ങനെ വരുന്നെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. 10,000 രൂപയുടെ വിത്തും വളവും അധ്വാനവുമാണ് മണ്ണടിഞ്ഞത്. സംഭവം അറിഞ്ഞ് വാർഡ് മെമ്പർ KM ലത്തീഫ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർന്ന് കൗൺസിലർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ PK സുബൈറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K മുഹമ്മദ് ബഷീറും കൃഷി ഓഫീസറും സ്ഥലം സന്ദർശിച്ച് കർഷകർക്ക് അടിയന്തര സഹായം ഉറപ്പു നൽകി. മാത്രമല്ല, നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവവേലി കർഷകർക്കായി കെട്ടിത്തരാമെന്നും ചെയർപേഴ്സൺ വാഗ്ദാനം നൽകി. വിളവെടുക്കാനായപ്പോഴാണ് ഇന്നലെ രാത്രി പന്നികൾ ഇറങ്ങി ഇത് ഏതാണ്ടെല്ലാം പൂർണ്ണമായി നശിപ്പിച്ചിട്ടുണ്ട്. കർഷകരുടെ കണ്ണീരാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇവിടെ എല്ലാം ഇങ്ങോട്ട് മുഴുവൻ. ഇന്ന് തളിപ്പറമ്പ് നഗരസഭ യോഗത്തിൽ ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ ലത്തീഫ് അത് ഉന്നയിക്കുകയും ഞങ്ങൾ നേരിട്ട് ഇത് ദുരിതം കാണാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ K മുഹമ്മദ് ബഷീറുണ്ട്. അതുപോലെ തന്നെ കൃഷി ഓഫീസർ ശ്രീമതി ഗ്രീഷ്മയുണ്ട്. അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഉത്തരവാദപ്പെട്ട എല്ലാവരും ഉണ്ട്. ഇത് തീർച്ചയായും ഞങ്ങൾ ഇപ്പോൾ ഈ വരുന്ന പദ്ധതിയിൽ ഇപ്പോൾ പുതിയ പദ്ധതി രൂപീകരണ ഘട്ടമാണ്. അതിൽ നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ കാര്യങ്ങൾ പറയും. കുറച്ചുകൂടി ഇത് പ്രോത്സാഹിപ്പിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ നടന്നിരിക്കുന്ന ഈ സംഭവത്തോട് കർഷകർക്കുണ്ടായ നഷ്ടം അത് ഏത് രീതിയിലാണ് നമുക്ക് സഹായിക്കാൻ പറ്റുക, കൂടെ നിൽക്കാൻ പറ്റുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യും. ചാലത്തൂരിന്റെ വിവിധ മേഖലകളിൽ പന്നിശല്യം കൊണ്ട് കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. വന്യജീവി അക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നഗരസഭാ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷകരുടെ കൃഷി പന്നി നശിപ്പിച്ചത് അറിഞ്ഞതിനെ തുടർന്ന് നഗരസഭാ അധികാരികൾ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. നഗരസഭാ ചെയർപേഴ്സണും സംഘവുമാണ് ഇവിടെ സന്ദർശനം നടത്തിയത്. അവർ അടിയന്തര സഹായം കർഷകർക്ക് നൽകാമെന്ന് പറഞ്ഞു. ഈ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടുത്തെ കർഷകർ. ചാലത്തൂരിൽ നിന്നും ക്യാമറമാൻ പ്രമോദ് ചെടിച്ചേരിക്കൊപ്പം മെഗാ PV സീൽ ന്യൂസ്.